ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ആ വീഡിയോ കാണുന്നില്ല, ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തേത് തൊട്ട് തുടങ്ങാമല്ലേ. ഉച്ചയ്ക്ക് ദാണ്ടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ബീൻസും ക്യാരറ്റും കൂടി വെച്ചിട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചട്ടിയിലിട്ട് കഴിക്കാമെന്ന് കരുതി. കാരണം ഇനി തോരൻ ഇവിടെ ആരും കഴിക്കാനില്ല, അതുകൊണ്ട്. എന്നിട്ട് ചിക്കൻ കറി കണ്ടോ, ചിക്കൻ കറിയല്ല, നന്നായിട്ട് പുരട്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് മൂന്നും കൂട്ടിയിട്ട് നമ്മുടെ ചീനച്ചട്ടിയിൽ തന്നെ അങ്ങ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്നത്തെയും പോലെ കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ മധുരമില്ലാത്ത റസ്ക്, ഒലിയോ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ ബ്രാൻഡിൻ്റെ പേര്. ഒലിയോടെ ബിസ്ക്കറ്റാണ്, മധുരം ഒട്ടുമില്ല. അപ്പോൾ അത് നോക്കിയിട്ടാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മധുരമില്ലാത്ത ബിസ്ക്കറ്റും മധുരമില്ലാത്ത കട്ടനും കൂട്ടി ഞാൻ എൻ്റെ ഈവനിങ് കഴിച്ചു കൂട്ടി കേട്ടോ. അപ്പം മധുരമില്ലാത്ത നമ്മുടെ റസ്കോ ബിസ്ക്കറ്റോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് സൂപ്പറാണേ. അങ്ങനെ ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട്, മധുരമില്ലായ്മയുടെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഞാൻ ഇത്തിരി പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൊങ്കാല പായസത്തിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ കഴിക്കാൻ കൊതിയായി കേട്ടോ. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഞാൻ അവളുമായിട്ട് ഈ പായസത്തിൻ്റെ കാര്യം സംസാരിച്ചു. അപ്പോൾ കൊതി കുറച്ചും കൂടി കൂടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന അരി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ട് കഴിക്കാൻ പറ്റാത്ത മധുരത്തിൻ്റെ ക്ഷീണം ഇതിലങ്ങോട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഫുഡിങ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും പായസം കണ്ട് കൊതി വരുന്നവരൊക്കെ കൊതിച്ചോട്ടാ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.